മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് നിലമ്പൂർ എംഎൽഎ ആയ പി.വി. അൻവർ. DMK-യുമായുള്ള തന്റെ സഖ്യനീക്കം തകർത്തത് പിണറായി വിജയനാണെന്ന് അൻവർ ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി താൻ തൃണമൂൽ കോൺഗ്രസിൽ ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സ്വകാര്യ മാധ്യമത്തിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തൃണമൂൽ കോൺഗ്രസുമായുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നും അൻവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. BSPയുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നുവെന്നും പക്ഷേ അവർ ദുർബലമാണെന്നും അൻവർ ചൂണ്ടിക്കാട്ടി. സമാജ്വാദി പാർട്ടിയുമായും ചർച്ചകൾ നടത്തുകയാണ്. ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് തന്നെയാണ് താനിപ്പോൾ പിന്തുടരുന്നത്. അതിനാൽ തന്നെ BJPയുമായി സഹകരിക്കില്ല എന്നും UDF പ്രവേശനം ഇപ്പോൾ ആലോചനയിലില്ല എന്നും അൻവർ വ്യക്തമാക്കി. മുസ്ലിം ലീഗ് വഴി UDF പ്രവേശനത്തിന് ശ്രമിച്ചിട്ടില്ല. തന്റെ UDF പ്രവേശനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ എതിർക്കുമെന്ന പ്രചാരണം വിശ്വസിക്കുന്നില്ലെന്നും അൻവർ പ്രതികരിച്ചു. DMK-യുമായുള്ള ബന്ധം ഉലഞ്ഞതല്ല, ഉലയിപ്പിച്ചതാണ്. അത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടിട്ട് സ്റ്റാലിനുമായി അദ്ദേഹം ഒരു കാരണവശാലും നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു ആവശ്യമായി അത് ഉന്നയിക്കുകയും പലതവണ അദ്ദേഹത്തെ ബന്ധപ്പെടുകയും നേരിൽ കാണുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഒരു നിവൃത്തികേട് സ്വാഭാവികമായിട്ടും ചെന്നൈ DMK-യെ സംബന്ധിച്ചപ്പോഴുണ്ട്. നമ്മളിപ്പോൾ ഈ പറയുന്ന 3-4 പാർട്ടിയുടെ നാഷണൽ ലീഡർഷിപ്പുമായിട്ട് നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൽ തൃണമൂലുണ്ട്. അപ്പം നമ്മളൊരു പ്രപ്പോസൽ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ പ്രപ്പോസൽ അവർ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കൊരു ദേശീയ പാർട്ടിയുടെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്കും നല്ല ബാധ്യതയുണ്ട്. VD സതീശൻ വ്യക്തിപരമായി അതിനെ തടഞ്ഞു എന്നുള്ള അഭിപ്രായം എനിക്ക് ഇപ്പോഴില്ല. അന്നൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോഴുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ആ വസ്തുതകൾ പിന്നെയാണ് നമ്മൾ അറിയുന്നത്. അതായത് അതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സംഭാഷണം നടത്തിയിരുന്നു. അദ്ദേഹം തന്നെ പുറത്തുവിട്ടു. ഞാൻ അന്നും ആ നിമിഷം വരെ അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നു. ആ പറയേണ്ടി വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ വരുന്നത്. അങ്ങനൊന്നും ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ പറയുന്ന പൊളിറ്റിക്സ് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. BJPയെയും വർഗീയതയും തടഞ്ഞുകൊണ്ട് നാട്ടിലെ സമാധാനം നിലനിർത്തുക, എല്ലാവർക്കും സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നിലനിർത്തുക എന്നതാണ് ഉദ്ദേശം. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പി.വി. അൻവർ UDFിലേക്ക് പോകാനാണ് സാധ്യതകൾ കൂടുതലെന്ന തരത്തിലായിരുന്നു ചർച്ചകൾ പുരോഗമിച്ചത്. KPCC അധ്യക്ഷനായ K. സുധാകരനെ കണ്ടുവെന്ന് പി.വി. അൻവർ സമ്മതിച്ചപ്പോൾ തന്നെ അൻവറിന്റെ UDFിലേക്കുള്ള മുന്നണി മാറ്റവും ഉറപ്പിച്ചിരുന്നതാണ്. എന്നാൽ UDFിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്നും പക്ഷേ ചില ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ദേശീയ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തിയെന്നുമാണ് പി.വി. അൻവർ പറഞ്ഞിരുന്നത്. ഇത് UDF പ്രവേശനമെന്ന ചർച്ച തള്ളിക്കളയാതിരിക്കാനും കാരണമായി. അതേസമയം സുധാകരനുമായി ചർച്ച നടത്തിയത് DMK-യെ ശക്തിപ്പെടുത്താനാണെന്നും രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുമുള്ള വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. ഒപ്പം CPM-ന് തീവ്ര ഹിന്ദുത്വ നിലപാടെന്ന വിമർശനവും അൻവർ ഉന്നയിച്ചിരുന്നു. ലീഗ് നേതാക്കളുമായി രാഷ്ട്രീയം ചർച്ച ചെയ്തു എന്ന വിവരവും അദ്ദേഹം നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നതാണ്. എന്നാൽ സ്റ്റാലിനുമായുള്ള ചർച്ചയിൽ പിണറായി ഇടപെട്ടുവെന്നും ചർച്ച ദുർബലപ്പെടുത്തിയത് പിണറായി വിജയനാണെന്നും തന്റെ പോരാട്ടം ഫാസിസ്റ്റുകൾക്കെതിരെയെന്നും കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞിരുന്നതാണ്. മുസ്ലിം ലീഗുമായി ചർച്ച നടത്തിയത് മുന്നണി പ്രവേശനം സംബന്ധിച്ചെന്നും മറ്റു പാർട്ടികളിലെ അതൃപ്തരെയും കൂടെ നിർത്താൻ നീക്കവും നടക്കുന്നുണ്ടെന്നും നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. തൃണമൂൽ കോൺഗ്രസുമായും സമാജ്വാദി പാർട്ടിയുമായും പി.വി. അൻവർ ചർച്ച നടത്തിയിരുന്നുവെങ്കിലും ഇപ്പോഴാണ് ഒരു തീരുമാനം അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇടതുമുന്നണി വിട്ട ശേഷം തമിഴ്നാട്ടിലെ DMK MLA-മാരുമായി അൻവർ ചർച്ച നടത്തിയിരുന്നുവെങ്കിലും തമിഴ്നാട് മുഖ്യമന്ത്രിയായ MK സ്റ്റാലിൻ അനുകൂല നിലപാട് എടുക്കാത്തതിനാലാണ് ചർച്ചകൾ ഫലം കാണാതിരുന്നത്. ഇപ്പോൾ അതിനെല്ലാം പിന്നിൽ പിണറായി വിജയൻ ആയിരുന്നു എന്നാണ് അൻവറിന്റെ വെളിപ്പെടുത്തൽ.